നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ഓഫ് നേഷൻ എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. ഓക്കെ, അപ്പൊ രാഷ്ട്രത്തിന്റെ വികസനം. ഒരു രാഷ്ട്രത്തിന്റെ വികസനം എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള വികസനമാണ്. അതായത് ആ മേഖലയുടെ ആ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയില്, സാമൂഹികമായിട്ട്, രാഷ്ട്രീയമായിട്ട്, സാംസ്കാരികം, അതുപോലെ ശാസ്ത്രീയ മേഖലകളില്, സാങ്കേതിക മേഖലകളിലൊക്കെയുള്ള മുന്നേറ്റം, ഇതിനെ എല്ലാത്തിന്റെ ആകെ തുകയാണ് എന്ത് ആ രാഷ്ട്രത്തിന്റെ വികസനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വികസിത രാഷ്ട്രങ്ങളെയൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ ജനങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ രാഷ്ട്രങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. അവർ വിദ്യാഭ്യാസപരമായിട്ടും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലൊക്കെ വളരെ ഉയർന്ന തലത്തിലായിരിക്കും. അവിടുത്തെ ജനങ്ങളുടെ സാമ്പത്തിക അടിത്തറ വളരെ ശക്തമായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ തന്നെ സാമ്പത്തിക അടിത്തറ വളരെ ശക്തമായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കുക, ഇത് തന്നെയാണ് രാഷ്ട്രത്തിന്റെ വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അവിടെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാമൂഹിക നീതി, വിദ്യാഭ്യാസം, ആരോഗ്യ, തൊഴിൽ മേഖലകളിലെ വളർച്ച, അതുപോലെ വളരെ ഒരു പ്രോസ്പെരിറ്റി, സമൃദ്ധി, ജനങ്ങൾക്ക് സമൃദ്ധി നൽകാൻ സാധിക്കുക, അത് തന്നെയാണ് രാജ്യത്തിന്റെ വികസനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി രാഷ്ട്ര വികസനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഷണൽ ഡെവലപ്മെന്റ്. അതായത് ഒന്നാമത്തേത് സാമ്പത്തിക വളർച്ച, അല്ലെ, ഇക്കണോമിക് ഗ്രോത്ത് ആണ്. ഇപ്പൊ നാഷണൽ അതുപോലെ ഇന്റർനാഷണൽ മേഖലകളിലൊക്കെ രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് ആ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ച ആ രാഷ്ട്രത്തിനെ ഒരു വികസിത രാഷ്ട്രമാക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു മുന്നോക്ക രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ വലിയ പങ്കുണ്ട്. ഇപ്പൊ വളരെ എണ്ണ സമ്പത്തുള്ള, അല്ലെങ്കിൽ നല്ല വരുമാനമുള്ള രാജ്യങ്ങളുണ്ട്, അല്ലെ, എണ്ണ സമ്പത്ത്, പ്രകൃതി വിഭവങ്ങളൊക്കെ ധാരാളമുള്ള രാജ്യങ്ങൾ. ഇനി അതല്ലെങ്കിൽ ഇപ്പൊ ജപ്പാനെയൊക്കെ പോലെയുള്ള സാങ്കേതികപരമായിട്ട് വളരെ മുന്നിട്ട് നിൽക്കുന്ന, അതിൽ നിന്ന് വലിയ സമ്പത്ത് ആർജിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് അവര് വളരെ മുന്നോക്ക രാഷ്ട്രങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് അവരുടെ ജനങ്ങൾക്ക് ഉയർന്ന ജീവിത നിലവാരം നൽകാൻ, ഉയർന്ന വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണോപാധികള്, ഭക്ഷണം, മെച്ചപ്പെട്ട താമസ സൗകര്യങ്ങള്, നല്ല ആരോഗ്യശീലങ്ങള്, ശുചിത്വമുള്ള അന്തരീക്ഷം, ഇതൊക്കെ നൽകാനായിട്ട് ഇത്തരം രാഷ്ട്രങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ സാമൂഹിക നീതി, ജാതി, മതം, വർഗം, ലിംഗം, ഭാഷ തുടങ്ങിയ പല ഡൈവേഴ്സിറ്റീസും ഉണ്ടാവും ഒരു രാജ്യത്ത്. എസ്പെഷ്യലി ഇന്ത്യയൊക്കെ പോലെയുള്ള ഒരു രാജ്യത്തിൽ എടുത്തു നോക്കിയാൽ ഒരുപാട് വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു വേണ്ട രീതിയില്, ഇതൊരു പ്രശ്നമായി നിൽക്കാത്ത രീതിയിൽ ഇതിനെല്ലാം കോപ്പപ്പ് ചെയ്തുകൊണ്ട് ഒരു സുസ്ഥിര വികസനം സാധ്യമാകുന്ന രീതിയിലേക്ക് വളർച്ച കൈവരിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ സുസ്ഥിര വികസനം എന്നത് ഈ ഒരു ഭാഗത്ത് വളരെയേറെ എടുത്ത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പത്ത് അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങള് പരമാവധി ഉപയോഗപ്പെടുത്താം, പക്ഷെ അത് തീർന്നു പോകുന്ന കാര്യങ്ങളാണ്, അല്ലെ, ഈ പറയുന്ന പ്രകൃതി വിഭവങ്ങള്. അത് പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്ത വിഭവങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ ഇതിനെയൊക്കെ നമ്മള് വരും തലമുറയുടെ വളർച്ച കൂടി കണ്ട്, അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് കൂടി നീക്കി വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതിന് ഒരു കൃത്യമായ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി പോളിസികള് ഫ്രെയിം ചെയ്യുന്ന തരത്തിലുള്ള വികസനം, അതിനെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പൊ സാമൂഹിക ഐക്യം ഒക്കെയുള്ള ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ വികാസത്തിന്, രാഷ്ട്രത്തിന്റെ വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇനി രാജ്യവികസനത്തിന്റെ പ്രാഥമിക ഘടകം, ഒന്നാമത്തേത് സാമ്പത്തിക ഘടകം തന്നെയാണ്. വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു ഘടകമാണ് ഇക്കണോമിക് ഡയമെൻഷൻ. അപ്പൊ GDP വളർച്ച, അല്ലെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ വളർച്ച. ആ രാജ്യത്ത് എന്താണ് GDP എന്ന് വെച്ചാൽ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്, അല്ലെ, ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക എന്നൊക്കെ നമ്മൾ പണ്ട് ഇക്വേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെ, അല്ലെങ്കിൽ ഡെഫിനീഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ സാധന സേവനങ്ങൾ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ GDP ഉയർന്നു നിൽക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ഒരു ഡയമെൻഷനാണ്. അപ്പൊ അതുപോലെ തന്നെ നല്ല തൊഴിൽ സാഹചര്യങ്ങള്, തൊഴിൽ സാധ്യതകള്, ഉൽപാദന ശേഷി, വ്യവസായവൽക്കരണം, ഇനി
സുസ്ഥിര വികസനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായവൽക്കരണമാവണം അല്ലെ. അല്ലാതെ വ്യവസായവൽക്കരിക്കപ്പെടുക എന്നുള്ളത് നമുക്കൊരു രാജ്യത്തിന്റെ വികസനത്തിന്റെ ഒരു മാതൃകയായിട്ടൊന്നും എടുത്തു കാണിക്കാൻ പറ്റില്ല. വ്യവസായവൽക്കരിക്കപ്പെടുന്നതോടൊപ്പം സുസ്ഥിരമായിട്ടുള്ള വ്യവസായവൽക്കരണം ആയിരിക്കണം. ഇനി അതിന് ഒരുപാട് സാമൂഹിക ഘടകങ്ങൾ കൂടിയുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീകളുടെ ഉന്നതി, ഇതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു ഡയമെൻഷനാണ്. ഇനി മറ്റൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഡയമെൻഷനാണ്. ജനാധിപത്യ സംവരണമുള്ള, ജനാധിപത്യ ബോധമുള്ള, പൗരബോധമുള്ള ജനത. അത് വിദ്യാഭ്യാസം, നല്ല മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ഈ പൗരന്മാരുടെ ക്വാളിറ്റി നമുക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അവരുടെ പൗരബോധം വളർത്തിയെടുക്കാനായിട്ട്, അവർക്ക് ശരിതെറ്റുകളെ കുറിച്ച് അവകാശബോധമുള്ളവരാക്കി ഒരു ജനതയെ മാറ്റാനും, അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പൗരാവലിയെ വാർത്തെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇനി സാംസ്കാരികമായിട്ടുള്ള ഘടകം, അതുപോലെ മാനവികമായിട്ടുള്ള ഘടകം എന്ന് വെച്ചാല് സാംസ്കാരിക പാരമ്പര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട്, സാംസ്കാരിക വൈവിധ്യങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ സാംസ്കാരിക വൈവിധ്യത്തെ മറ്റൊരു കമ്മ്യൂണിറ്റി അംഗീകരിക്കുക. അതാണ് ഉദാത്തമായിട്ടുള്ള ഈ ഒരു മാനവിക അല്ലെങ്കിൽ സാംസ്കാരിക വികസനം എന്ന് പറയുന്നത്. അപ്പൊ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ മറ്റൊരു കമ്മ്യൂണിറ്റി അംഗീകരിച്ചുകൊണ്ട് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളും മറ്റു കാര്യങ്ങളെയൊക്കെ റെസ്പെക്ട്, ഒരു മ്യൂച്വൽ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു ജനത ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിന്റെ വികസനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.